ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിലെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ബ്ലോക്ക് 2 ആയിട്ടുള്ള ട്രാൻസാക്ഷണൽ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ് ജോബ്സ് ആൻഡ് കരിയേഴ്സ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 5 ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എറ്റിക്വറ്റ് ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ചാപ്റ്റർ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ എന്താണ് GD എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. സോ ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യാറുള്ളത്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഒരു ടോപ്പിക്, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയാം. സോ അതിലുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആദ്യത്തെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എപ്പോഴും 6 to 12 പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 6-ൽ കുറവാണ്, അതായത് ഭയങ്കര കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അത്ര അധികം പോയിന്റ്സും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ആൾക്കാരും പാടില്ല. എന്നാൽ ഒരുപാട് കൂടുതൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാനും പറ്റില്ല. സോ അങ്ങനെ ആവുന്നത് കൊണ്ട് ഒരു 6 to 12 പേഴ്സൺസിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള ആൾക്കാരുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവർക്കുള്ള ഡിസ്കസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 15 to 30 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതായത് ഒരുപാട് ടൈം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ സൊല്യൂഷനിലേക്ക് ഒന്നും എത്തില്ല എന്നുള്ള അവസ്ഥയാവാം. ഇല്ല വളരെ കുറച്ച് ടൈമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വരാം. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ നമ്പർ ഓഫ് പേഴ്സൺസും പ്രോപ്പർ നമ്പർ ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഗ്രൂപ്പ് ഡിസ്കഷന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ടോപ്പിക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ദാറ്റ് ദേ ക്യാൻ പ്രിപ്പയർ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഒരു കോൺവെർസേഷണൽ രീതിയിലായിരിക്കും എന്ത് പോകുന്നുണ്ടായിരിക്കുക, ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ പോകുന്നുണ്ടായിരിക്കുക. അതായത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് സെമിനാർസ് പോലെയല്ല ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നു ബാക്കിയുള്ളവർ കേട്ടിരിക്കുന്നു ആ രീതിയിലല്ല. ഒരു കോൺവെർസേഷൻ മോഡിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ ഒപ്പീനിയൻസും ഐഡിയാസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. ഈ പറയുന്നതിന് ഒരു ലോജിക് ഉണ്ടായിരിക്കണം. നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഡാറ്റാസോ ലോജിക്സോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. എന്നിട്ട് അഭിപ്രായം പറയുക, അല്ലാണ്ട് ഇങ്ങനെ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുക, അങ്ങനെയല്ല. സോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സ്പേസ് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പ് ഡിസ്കഷനെയും അസസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കഴിവുകൾ എങ്ങനെയൊക്കെയാണ്, ലീഡർഷിപ്പ് കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ, ലിസണർഷിപ്പ് കഴിവുകളുണ്ടോ, അവർ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള കോപ്പറേഷൻ, ഗ്രൂപ്പ് ബിഹേവിയർ, കണ്ടന്റ് എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ബിൽഡ് നോളജ് എന്നുള്ളതാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോയിട്ട് നമ്മളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വല്ല ധാരണയും ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ കറണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ബാക്കിയുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമുക്കൊരു ബേസിക് നോളജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. സോ ആ ഒരു നോളജ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അവരവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു നോളജ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഓർഗനൈസ് യുവർ തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു ബന്ധമില്ലാതെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഒരു ലോജിക് ഉണ്ടായിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തോട്ട്സിനെ നമ്മൾക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഇതിനെ നമുക്ക് എങ്ങനെ ബാക്കപ്പ് ചെയ്യാം, അതായത് നമുക്ക് എക്സാമ്പിൾസ് പറയാം, അല്ലെങ്കിൽ ഡാറ്റാസ് കാണിക്കാം, ലോജിക്കലായിട്ടുള്ള റീസണിങ്സ് കൊടുക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് പ്രാക്ടീസ് എലൗഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ പറയാറില്ലേ, എൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മൈൻഡിലെല്ലാം ഉണ്ട് മിസ്സേ പറയുമ്പോൾ അത് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷന് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ ഐഡിയാസ് മൈൻഡിലുണ്ടാവും, ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആയി പോവും. അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ
ലൗഡായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ച് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇവിടെ നിന്ന് നിലവിളിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്കാഡമിക് ലേണിങ്ങിലൂടെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും അക്വയർ ചെയ്തെടുക്കുന്ന സ്കിൽസിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് പറയുക. അതായത് ടൈം മാനേജ്മെൻറ്റ്, എംപതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടീം വർക്ക്, ആക്റ്റീവ് ലിസണിങ്, പെർസ്വേസീവായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ളതൊക്കെ സോഫ്റ്റ് സ്കിൽസിൽ വരുന്നതാണ്. സോ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആവുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളുണ്ടായിരിക്കണം. ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് നോ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് എന്തിൻ്റെ ബേസിലാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ചിലവിടെ നോക്കുന്നുണ്ടായിരിക്കുക കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ടായിരിക്കുക ലീഡർഷിപ്പ് സ്കിൽസ് ആയിരിക്കും. അതായത് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറയാൻ എങ്ങനെയാണ് അനുവദിക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയാനായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അല്ലാതെ നമുക്കറിയുന്ന മാത്രം വിളിച്ച് പറഞ്ഞിട്ട് ഹീറോ ആയിട്ട് വരിക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്തിൻ്റെ ബേസിലാണ് ഇവർ അസസ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് വിഷ്വലൈസ് സക്സസ് എന്ന് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യത്തെ ആണ് ഇനീഷ്യേറ്റിംഗ് ദ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-15 സെക്കൻഡ് ആയിട്ടും ആരും ഒന്നും പറയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ അറ്റ് എ ടൈം 3-4 പേര് എണീറ്റ് നിന്നിട്ട് ഞാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ടുള്ള കീ പോയിന്റ്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞ ടോപ്പിക്കിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാവുന്നതാണ്. സോ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ പൊളൈറ്റായിട്ട് ഒരു പ്ലസൻ്റ് ആയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറയാനുള്ള ഐഡിയ ക്ലിയർ ആയിട്ട് കൺസൈസ് ആയിട്ട് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് നമ്മൾ സംസാരിക്കുക. ഭയങ്കര പതുക്കെ ഭയങ്കര ഒച്ചത്തിൽ അങ്ങനെയുള്ള രീതിക്കൊന്നും പാടില്ല. നല്ല രീതിക്ക് തന്നെ സിമ്പിൾ ടേംസിൽ നമുക്ക് ആ ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുക. നമ്മളുടെ ഹാൻഡ് ജസ്റ്റേഴ്സും മൂവ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൺസൈസ് ആയിട്ട് പറയുക. ഒരുപാട് വലിച്ചു നീട്ടി നമുക്ക് മാത്രമുള്ളതല്ല ഈ സമയം എന്ന് പറയുന്നത്. ആകെ 15 to 30 minutes ആണ് തന്നിരിക്കുന്നത്. അതിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടണം. അല്ലാതെ ഈ 30 മിനിറ്റ് നിങ്ങൾക്ക് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള രീതിക്കല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ് ചെയ്ത് നമുക്ക് പറയാനുള്ള കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുക. ഏതെങ്കിലും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് 1-2 തവണ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സോ പ്രോപ്പറായിട്ട് നമ്മളുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് എൻഗേജിങ് ഇൻ ഡിബേറ്റ് എന്ന് പറയുന്നത്. അതായത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായില്ല എന്നാണെന്നുണ്ടെങ്കിൽ പൊളൈറ്റായിട്ട് അതിൻ്റെ ബിഹൈൻഡ് റീസൺസ് നമുക്ക് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ ലോജിക്ക്, എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പൊളൈറ്റായിട്ട് ചോദിക്കുക. ഡിബേറ്റ് ആണെന്ന് പറഞ്ഞു പോയി അടി ഉണ്ടാക്കാനല്ല പറയുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല എന്നൊന്നും പറയാനല്ല പറയുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ ചോദിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മളത് കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ റീസണിങ്സ് കൊടുക്കാനും കൂടെ നമുക്ക് പറ്റണം. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഓപ്പോസിറ്റുള്ള പേഴ്സൺ വിത്ത് ലോജിക് അതങ്ങനെ അല്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ നമ്മൾ ഒരിക്കലും മടിക്കാൻ പാടില്ല. ഇല്ല, ഞാൻ പിടിച്ച മുതലിൽ 4 കൊമ്പാണ്, ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. അത് അവർ ലോജിക്കലി ഇൻകറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് എന്ന് പ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ നമ്മൾ റെഡി ആയിരിക്കണം. കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കാൻ നോക്കണം. അല്ലാതെ പരസ്പരം അടി ഉണ്ടാക്കാനല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുന്നത്. സോ അതുകൊണ്ട് ആ രീതിയിൽ കുറച്ചുകൂടെ കാമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കണം. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പർ ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക, കുറച്ചുകൂടെ എമ്പത്തി കാണിക്കുക, കുറച്ചുകൂടെ അവർ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ടീം വർക്ക് ആൻഡ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു പ്രോബ്ലം തന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ 10 സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വരാനല്ല. ഈ 10 പേരും കൂടെ
ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടീം വർക്കാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ പറയാൻ സമ്മതിക്കാതെ ഞാൻ മാത്രം എൻ്റെ ഐഡിയാസ് പറയും, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ആ രീതിയിൽ നിൽക്കാൻ പാടില്ല. പ്രോപ്പറായിട്ടൊരു ടീം വർക്ക് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ബാക്കിയുള്ളവരെയും കൂടെ പറയാൻ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അവർ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയും അത് കേട്ടാൽ മതി, അങ്ങനെയുള്ളൊരു ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. സോ ആ രീതിയിലൊരു ടീം വർക്ക് ആയിട്ട് വേണം ഗ്രൂപ്പ് ഡിസ്കഷൻ പോകാനായിട്ട്. ദെൻ നെക്സ്റ്റ് ആണ് കൺക്ലൂഡിങ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് കൺക്ലൂഡിങ് ദ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡിസ്കഷൻ അവസാനിക്കാറാവാണ് എന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് കീ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രോപ്പറായിട്ടൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം, ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. ഈ അവസാനിപ്പിക്കാറാവുന്ന നേരത്തെ പുതിയ ടോപ്പിക്കുകൾ കൊണ്ടെടുത്തിടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത്ര നേരം പറഞ്ഞിട്ടുള്ളതിൽ നിന്നും നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിക്ക് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ആഫ്റ്റർ ദ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം. ഫീഡ്ബാക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കണം കാര്യങ്ങൾ. എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫർദർ നമ്മൾ എന്തെങ്കിലും ലേണിംഗ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്താനുണ്ട് എന്ന് മറ്റുള്ളവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നെസസറി ആണെന്ന് നമുക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. സോ ഇതിന് വേണ്ടിയിട്ട് സെൽഫ് അസസ്മെൻറ്റും ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്കും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് കൾട്ടിവേറ്റിംഗ് സർട്ടൻ മൈൻഡ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഗ്രൂപ്പ് ഡിസ്കഷന് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. നമ്മൾ ജയിക്കാനല്ല പോകുന്നത്. ഓക്കെ, നമ്മൾ മാത്രം ജയിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ടീമിൻ്റെ വിജയമാണ് നമ്മളുടെ വിജയം. നെക്സ്റ്റ് ആണ് കൾട്ടിവേറ്റിംഗ് സർട്ടൻ മൈൻഡ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷന് പോകാനായിട്ട്. അവിടെ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ നമ്മൾ ജയിക്കാനാണ് പോകുന്നത് എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മളുടെ ടീമാണ് ജയിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ മാത്രമേ പറയുള്ളൂ, ഞാൻ മാത്രമേ ഐഡിയാസ് ഷെയർ ചെയ്യുള്ളൂ, എൻ്റെ ഇത് മാത്രമേ കാണാൻ പാടുള്ളൂ, അങ്ങനെയല്ല. ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ടീമിലുള്ള എല്ലാവരും കൂടെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ നോക്കാനായിട്ട്. സോ നമ്മളുടെ എബിലിറ്റീസും നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ എബിലിറ്റീസും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സം ഫ്രീക്വൻറ്റ് എറേഴ്സ് ആണ്. അതായത് ഈ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള യൂഷ്വലി വരുന്ന കുറച്ച് എറേഴ്സ് ആണ്. അതിലാദ്യത്തെ എന്ന് പറയുന്നത് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ ഗ്രൂപ്പ് ഡിസ്കഷന് പോവുക എന്നുള്ളതാണ്. നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് അറിയാതെയാണ് ഗ്രൂപ്പ് ഡിസ്കഷന് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസായി പോവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയാനായിട്ട് എണീറ്റ് നിൽക്കുന്നു, മറന്നുപോയി, എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി, ഒന്നും ഓർമ്മയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാവുന്ന നമ്മൾ ടെൻഷൻ കാരണം അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണമൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര പതുക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് ആർക്കും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൂ ലൗഡായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര അഗ്രസീവ്ലി ആണ് സംസാരിക്കുന്നത്, പൊളൈറ്റായിട്ടല്ല. മറ്റുള്ളവരൊന്നും പറയാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ പറയും എന്നുള്ള രീതിയിൽ, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അടി ഉണ്ടാവുന്ന തരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഒരു പെർഫോമൻസിൽ പ്രശ്നങ്ങൾ വരാം. പിന്നെ മെയിൻ ടോപ്പിക്കിൽ നിന്നും വഴിതെറ്റി വേറെ എവിടെയെങ്കിലും പോയി ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിലും നമ്മളുടെ പെർഫോമൻസിൽ പ്രശ്നം വരും. കാരണം നമ്മളുടെ ടോപ്പിക്കിൽ നിന്നും ഡൈവേർട്ടായി പോയിട്ട് വേറെ എവിടെയോ എന്തോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വരാൻ പാടില്ല. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. പിന്നെ ഒരു ലോജിക്കും ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു. സോ ആ രീതിയിലും വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഡാറ്റ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലോജിക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് ആണ് ഫീൽഡ് സ്പെസിഫിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓരോ ഫീൽഡിലും ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ മാനേജ്മെന്റിന്റെ എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നത്, എങ്ങനെയാണ് ലീഡർഷിപ്പ് സ്കില്ല് വരുന്നത്, എങ്ങനെ അവർക്ക് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, എങ്ങനെയാണ് അവർക്ക് പെർസ്വേഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനലിറ്റിക്കൽ സ്കിൽസ് ആണ് നോക്കുക. എങ്ങനെയാണ് അവർക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് എങ്ങനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസ്, ആർട്സ് ആൻഡ് മീഡിയ, മെഡിസിൻ, ഫിനാൻസ്, അനലിറ്റിക്സ് പോലുള്ള എല്ലാ ഫീൽഡിലും ഓരോരോ കാര്യങ്ങളായിരിക്കും അവർ നോക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ ന്യൂസ് ചാനലിലൊക്കെ ഒരു റിപ്പോർട്ടർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു പോസ്റ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക, ഒരു കാര്യം എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ ഓരോ ഫീൽഡിലും ഓരോ കാര്യങ്ങളാണ് അവർ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുക. ഇതെന്താണ് അവർ അസസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജ് എറ്റിക്വറ്റ് ആണ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മോസ്റ്റ്ലി പ്രൊഫഷണൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നോർമലി നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക. നമ്മളുടെ സ്ലാങ്ങുകൾ, കൊളോക്യലിസംസ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ടെക്നിക്കൽ ജാർഗൺസ്, അക്രോണിംസ്, അതായത് ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, BTW എന്നൊക്കെ അവിടെ പോയി പറയരുത്. ബൈ ദ വേ ആണെന്ന് നമുക്കറിയും എന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഷോർട്ട് ഫോംസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള വലിയ വലിയ ടേംസ് ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയുമായിരിക്കും, എല്ലാവർക്കും അറിയണം എന്നില്ല. സോ ആ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ടേംസ് ഒന്നും പറയരുത്. നമ്മളുടെ സ്ലാങ്ങിൽ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രീതിക്ക് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതുപോലെ അഗ്രസീവായിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ പൊളൈറ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് വേണം ചോദിക്കാനായിട്ട്. ഭയങ്കര ദേഷ്യത്തിലൊന്നും അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളൊരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അവരത് പറഞ്ഞ് ആയതിനു ശേഷം നമുക്ക് നമ്മളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ആ രീതിയിൽ സംസാരിക്കുക. കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് ഫോർമലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. ഈ ഒരു പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന റിസോഴ്സസ് ആണ്. മെയിനായിട്ട് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ബുക്കുകൾ വായിക്കുക, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മളും മറ്റൊരാളും തമ്മിലുള്ള റിലേഷനിൽ വരുന്ന സ്കില്ലുകളാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സ്കില്ലുകളാണ്. സോ ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ആ ഒരു നോളജ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരിക, കുറച്ചുകൂടെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക, കുറച്ചുകൂടെ എംപത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള ചാപ്റ്ററാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.